നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പായി മാറിയതായി ആക്ഷേപം. മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പദ്ധതികൾ തുടങ്ങിയവ വിഭാവനം ചെയ്ത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ. അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് പെരിങ്ങോട്ടുകരയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പായി മാറിയതായി ആരോപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KV സിജിത്ത്, EB ഉണ്ണികൃഷ്ണൻ, AM മുൻഷാർ, RA ഷെരീഫ്, പീതാംബരൻ വാലത്ത്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയത്. 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മണലൂർ MLA ആയിരുന്ന PA മാധവന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വാടാനപ്പള്ളി വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടമാണ് ലേബർ ക്യാമ്പായി മാറിയത്. 2016 വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാളിതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടി ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിരന്തരം സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിനായി പണിത ഫർണിച്ചറോടുകൂടി പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിലാണ് കരാറുകാരൻ്റെ തൊഴിലാളികൾ നിലവിൽ താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവർ മറ്റ് സ്ഥലങ്ങളിലേക്കും പണിക്കായി പോകുന്നുമുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിൻ്റെ താക്കോൽ താമസിക്കാനായി നൽകിയതെന്നും കരാറുകാരൻ പറഞ്ഞു. 2023 ജൂൺ മുതലുള്ള സബ് രജിസ്ട്രാർ ഓഫീസറുടെ പേരിൽ 713 രൂപ മുതൽ 783 രൂപ വരെയുള്ള ഇലക്ട്രിസിറ്റി ബിൽ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മീറ്റർ ബോർഡ് ബോക്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസിന് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബിൽ വരുന്നതെന്നും സബ് രജിസ്ട്രാർ ഓഫീസിന് 2 ബിൽ അടയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്ന കാര്യവുമാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. 6 മാസത്തിൽ കൂടുതലായി കരാറുകാരൻ്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട്. കരാറുകാരൻ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി, 2-2.5 മാസമായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ താമസം തുടങ്ങിയിട്ട് 6 മാസത്തിലധികമായിട്ടുണ്ട്. അതിന് തെളിവായിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പരിശോധിക്കപ്പെട്ടപ്പോൾ മാസം 2 മാസം കൂടുമ്പോഴുള്ള ബില്ല് 721 781 ഒക്കെ വന്ന ബില്ല് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ ബോർഡിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ താമസക്കാരുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, സബ് രജിസ്ട്രാർ ഓഫീസർക്ക് 2 സ്ഥലത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അന്വേഷണം നടക്കേണ്ട ഒരു വസ്തുതയാണ്. അതും അന്വേഷണ വിധേയമാകേണ്ട വിഷയമാണ്. പിന്നെ കരാറുകാരന് പണിയാനുള്ള സ്ഥലത്ത് അവരുടെ പണി സമയത്ത് റെസ്റ്റ് ചെയ്യാനും മറ്റുമുള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ താഴത്തെ നിലയിലുള്ള കെട്ടിടത്തിലാണ് കരാറുകാരൻ്റെ പണിക്കാർ താമസിച്ചു വരുന്നത്. പിന്നെ ആരാണ് ഈ ബില്ലുകൾ അടയ്ക്കുന്നതെന്നും ആ ഓഫീസ് ആരാണ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബിൽ വരുന്നതെന്നും സബ് രജിസ്ട്രാർ ഓഫീസർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിർമ്മാണ ചുമതല PWD ചാവക്കാട് ഓഫീസിനാണ്. സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിൻ്റെ താക്കോൽ താമസിക്കാനായി നൽകിയത് എന്നും കരാറുകാരനും PWD ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും നിയമവിരുദ്ധ നടപടിക്കെതിരെയും കരാറുകാരനെതിരെയും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള ബിരുദ ക്ലാസുകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയവർക്കായി മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നാട്ടിക ശ്രീനാരായണ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി നിതിൻ ദാസ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു.
മണലൂർ സ്വദേശികളായ കുറുവങ്ങാട്ടിൽ ഹരിദാസിന്റെയും സിന്ധുവിന്റെയും മകനായ നിതിൻ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ന്യൂസ് റീഡറും അവതാരകനുമാണ്. സംസ്ഥാന തലത്തിൽ ഇതിനോടകം 15 പുരസ്കാരങ്ങൾ നിതിൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്തിൽ സംയോജിത കൃഷി പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കർഷകൻ NK ഷിബുവിന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്നു. സംഘാടക സമിതി രക്ഷാധികാരിയും CITU ഏരിയ സെക്രട്ടറിയുമായ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണും വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ, മെമ്പർമാരായ CR ഷൈൻ, മണിലാൽ, വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും സംഘാടക സമിതി ട്രഷററുമായ ബിനു N ശ്രീധർ, സംഘാടക സമിതി കൺവീനർ VP സാൽ, സംഘാടക സമിതി കോർഡിനേറ്റർ KK കിഷോർ എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ EK തോമസ്, ജിനചന്ദ്രബാബു, വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി VR ബാബു, സംഘാടക സമിതി വൈസ് ചെയർമാൻ ശൈലജ ജയലാൽ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും പച്ചക്കറി തൈകൾ ലഭ്യമാക്കുകയാണ് സംഘാടക സമിതിയുടെ ലക്ഷ്യമെന്നും ഇതിനായി വിപുലമായ സർവേകൾ നടന്നുവരികയാണെന്നും സംഘാടക സമിതി അറിയിച്ചു. ജനുവരി 29-ന് എല്ലാ വാർഡുകളിലും നടീൽ ഉത്സവം നടക്കും. വലപ്പാട് സർവീസ് സഹകരണ ബാങ്കാണ് പച്ചക്കറി തൈകൾ സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയ 4 മിഷനുകളിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഹരിത മിഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി പദ്ധതികൾ നമ്മളെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൃഷിഭവൻ മുഖേന കൃഷിഭവൻ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ പല പദ്ധതികളും നടപ്പിലാക്കി പോകുന്നുണ്ട്. നാട്ടിക പഞ്ചായത്ത് തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, വാർഡ് മെമ്പർ നിഖിത P രാധാകൃഷ്ണൻ, KP ഹംസ, KSTU പഞ്ചായത്ത് സെക്രട്ടറി PV രാധാകൃഷ്ണൻ, സുനിത മുത്തുരാജ്, ജൂബി പ്രദീപ്, KR ദാസൻ, റോഷ്നി പ്രശാന്ത്, AM ദിൽഷാദ്, TV ശ്രീജിത്ത്, ജിജെ പുളിക്കൽ, ഉണ്ണിക്കണ്ണൻ MP, സിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് 50 കുടുംബങ്ങൾക്ക് വിവിധ തരം പച്ചക്കറി തൈകളും ജൈവവളവും വിതരണം ചെയ്തു. കേരള ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റിൽ അടക്കം അതിന് പണം മാറ്റിവെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, ക്ഷീരവികസന ഡിപ്പാർട്ട്മെൻറ്റ്, മത്സ്യ ഫണ്ട് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ രീതിയിൽ നമ്മളെ സഹായിക്കാൻ, നമ്മളോട് കൈകോർത്ത് പിടിച്ച് ഈ സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നാട്ടിക SM കോളേജിലെ AISF പ്രവർത്തകരുടെ സംഗമം വാഗമരച്ചോപ്പ് ശ്രീനാരായണ ഹാളിൽ നടന്നു. സമരത്തിന്റെയും സർഗാത്മകതയുടെയും ഓർമ്മകൾ പെയ്തിറങ്ങിയ വാഗമരച്ചോപ്പിൽ 1960 മുതൽ കോളേജിൽ പഠിച്ചിരുന്ന AISF പ്രവർത്തകരാണ് ഒത്തുചേർന്നത്. രാവിലെ നാട്ടിക സെന്ററിൽ നിന്ന് കോളേജിലേക്ക് AISF പ്രകടനം നടന്നു. കോളേജിന് മുന്നിൽ വെച്ച് AISF മുൻ സംസ്ഥാന സെക്രട്ടറി TR രമേഷ് കുമാർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ആദ്യത്തെ യൂണിറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കേക്ക് മുറിച്ചു. തുടർന്ന് ശ്രീനാരായണ കോളേജിൽ ഓർമ്മകൾ പങ്കുവെക്കലും കലാപരിപാടികളും അരങ്ങേറി. പ്രൊഫസർ TR ഹാരി, പ്രൊഫസർ മധു എന്നിവർ പങ്കെടുത്തു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ മെമന്റോ വിതരണം ചെയ്തു. മസൂദ് K കൺവീനറായും സംഗീത മനോജ് ജോയിന്റ് കൺവീനറായും 15 അംഗ കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. പഠിക്കുന്ന കാലത്ത് ഞാൻ ഫോർത്ത് ഗ്രൂപ്പിലായിരുന്നു. അന്നത്തെ മിക്കവാറും അന്ന് സമരം എനിക്ക് തോന്നുന്ന ഡിഗ്രി ബോർഡ് സമരം പോളിടെക്നിക് സമരം തുടങ്ങിയ സമയം ആ സമയത്താണ് ഡിഗ്രി ബോർഡ് സമരം. NKT ബസ്സിൽ അധികാലത്ത് ഞങ്ങൾ ടീം വന്നു, അല്ലെങ്കിൽ KK ബസ്സിൽ ഒന്ന് ഇറങ്ങി പിന്നെ ആത്മാവിൽ ഇറങ്ങി നടന്നുകൊണ്ട് വരുന്ന ഒരു കാലത്ത് തൊഴിലാളി യൂണിയന് 4-5 സീറ്റ് ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ SN ട്രസ്റ്റിൻ്റെ മാനേജർ കോട്ടയിൽ തൊഴിലാളി യൂണിയന് കത്ത് കിട്ടിയ സീറ്റ് കൊടുക്കുന്ന കാലത്ത് ഇവിടെ അന്ന് തൊഴിലാളികളുടെ ആളുകളുടെ മക്കൾ ഇവിടെ വന്ന് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. പടിഞ്ഞാറൻ മേഖലയിൽ നമുക്ക് ആൾക്കാരില്ലെങ്കിൽ കിഴക്കൻ മേഖലയിലെ അധികാരി ആളുകൾ താനും പഞ്ചായത്തുകളിൽ നിന്നുള്ള അങ്ങനെ അന്നും പിന്നെ അതിന് ശേഷമൊക്കെ പ്രവർത്തനമായിട്ട് നടന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. 10,82 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് വികസന സെമിനാർ അംഗീകാരം നൽകിയത്. മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പദ്ധതികൾ, ഭവന നിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയത്. വികസന സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ബ്ലോക്ക് മെമ്പർമാരായ V കല, മെമ്പർമാരായ അനിൽകുമാർ IS, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയം പ്രസാദ്, ഷിജി CK, സന്ധ്യ മനോഹരൻ, ജീജ രാധാകൃഷ്ണൻ, സുമന ജോഷി, ഷൈജ കിഷോർ, ബിന്നി അറയ്ക്കൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ, അംഗൻവാടി അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ഈ 3 വർഷക്കാലം നമുക്കറിയാം 2020 മുതൽ 2025 വരെയുള്ള നമ്മുടെ ഈ വർഷത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു 5 വർഷക്കാലത്തെ പദ്ധതികളിൽ നമ്മൾ 3 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു അല്ലേ? ഈ 3 വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി നൽകി എന്നുള്ള ഒരു ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. 120 വർഷം മുൻപ് ഗുരു കുമാരനാശാൻ വലപ്പാട് വന്നതിന്റെ സ്മരണയ്ക്കായി പണിതീർത്ത ഗുരു ആശാൻ മണ്ഡലം പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അറബിക്കാണ് ഞങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ അത് കാരണം നമ്മൾ മലയാളം വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കവിയും കവിതകളുമായിട്ടൊക്കെ ഒന്ന് പിന്നോട്ടാണ്. ഇതേപോലെ പൊതുപ്രവർത്തന രംഗത്തിലൊക്കെ നമ്മൾ വരുമ്പോഴാണ് ഇതേപോലുള്ള ഒരുപാട് മഹത് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാനും ഇത്തരത്തിലുള്ളൊരു മേഖലകളിലൂടെ സഞ്ചരിക്കാനൊക്കെ കഴിയുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ കാറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ട് സവിശേഷം പ്രത്യേകം സൂചിപ്പിച്ചു. നമ്മുടെ മഹാകവി കുമാരനാശാനും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും എത്തിച്ചേർന്ന ഈ ഒരു പ്രദേശം വലപ്പാടുകാർക്ക് തന്നെ മുഴുവനായിട്ടും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. കവിയും അതുപോലെ തന്നെ ശ്രീനാരായണനും അടിപ്പറമ്പിൽ തറവാട്ടിൽ വന്നത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് മുൻ പ്രസിഡന്റ് നമ്മളോട് സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതറിഞ്ഞപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ വായനശാല പ്രവർത്തന ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടിപ്പറമ്പിൽ ദിവാകരനും കുമാരനാശാൻ കളിമണ്ഡലം SNTP യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥും നിർവഹിച്ചു. ഡോക്ടർ സുഭാഷിണി വായനശാലയ്ക്കായി പുസ്തക സമർപ്പണം നടത്തി. SB ശശികാന്ത് പുസ്തകം ഏറ്റുവാങ്ങി. ബീന സദാനന്ദൻ, സധു കളിമണ്ഡലം, RI സഗറിയ, KG കൃഷ്ണകുമാർ, ജയരാജൻ, പുഷ്പാങ്കദൻ നടുപ്പറമ്പിൽ, ശ്രീലാൽ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വലപ്പാട് കൈക്കുട്ടിക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരയും കവി ദിനേശ് രാജയുടെ നേതൃത്വത്തിൽ കവിയരങ്ങും അരങ്ങേറി. തൃപ്രയാർ മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറി 70ാം വാർഷികാഘോഷം സമാപന സമ്മേളനം തൃപ്രയാർ കിഴക്കേനട മഹാത്മാ നഗറിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലൈബ്രറിക്കും മഹാത്മാ ക്ലബിനും 70 വയസ്സ് പൂർത്തിയാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. 1953 തൃപ്രയാർ അമ്പലത്തിൻ്റെ കിഴക്ക് വശത്ത് സാധാരണ നിലയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പെട്ട ഓർമ്മകളുമായി ആരംഭിച്ച ഒരു ലൈബ്രറി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതിഭകളെ വാർത്തെടുത്തൊരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് വാർദ്ധക്യമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് കുറച്ച് പ്രായമാകുന്ന കാലമാണെങ്കിലും ഒരു ലീഗൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് വാർദ്ധക്യമല്ല, അതിൻ്റെ ബാല കൗമാര യൗവന കാലമാണ്. എങ്കിലും 70 വയസ്സ് കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള പദവികളിലൂടെ കടന്നു വന്ന് ഇവിടെ തന്നെ ഇപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നല്ല കളിക്കാരായി സർവീസ് പൂർത്തീകരിച്ച് റിട്ടയർ ചെയ്തവരുൾപ്പെടെ അവരുടെ ബാലകൗമാരങ്ങളെ വളർത്തിയെടുത്തൊരു മഹനീയമായ സ്ഥാപനമായി മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രസിഡന്റ് E ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏഷ്യാഡ് ലോങ് ജംപ് വെള്ളി മെഡൽ ജേതാവ് ആൻസി സോജനുള്ള മഹാത്മാ പുരസ്കാരം ആൻസിയുടെ പിതാവ് സോജൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണവും നിർവഹിച്ചു. മഹാത്മാ ക്ലബിന് 70ാം പിറന്നാൾ സമ്മാനമായി PK സോമസുന്ദരത്തിന്റെ ഭാര്യ ശാന്തകുമാരിയുടെ സ്മരണയ്ക്കായി പോഡിയം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് സ്വീകരിച്ചു.
കൂടാതെ 70 വയസ്സ് കഴിഞ്ഞ ലൈബ്രറി പ്രവർത്തകർ, മുൻ ലൈബ്രറിയന്മാർ, മുൻ വോളിബോൾ താരങ്ങൾ എന്നിവരെയും ആദരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും നൽകി. വൈസ് പ്രസിഡന്റ് UP കൃഷ്ണനുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീകല സന്തോഷ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK ജയരാജ്, സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് P മാധവ് മേനോൻ, സെക്രട്ടറി C പ്രേംകുമാർ, ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ മേഖലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് G ജയബാലൻ നിർവഹിച്ചു. കേരളത്തിലെ ചെറുകിട ഭക്ഷണ വിതരണ വ്യാപാര മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ്, സൗഹൃദത്തിലൂടെ വളരുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്ന് വ്യാപാരി വ്യവസായ യോഗപടി സമിതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലവും ധനബലവുമുള്ളൊരു സംഘടന തന്നെയാണ് നമ്മുടെ സംഘടന എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായിട്ടും വളരെ നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ഏകോപന സമിതിയുടെയും താലൂക്ക് പ്രസിഡന്റ് കൂടി ഇരിപ്പുണ്ട്. സമാന സംഘടനകളുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ ബന്ധം പുലർത്തിക്കൊണ്ടും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. തൃപ്പയാർ യൂണിറ്റ് പ്രസിഡന്റ് RA മുഹമ്മദ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VR സുകുമാർ സംഘടനാ സന്ദേശം നൽകി. KHRA സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറും കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ പ്രേംരാജ്, ജില്ലാ ട്രഷറർ സുന്ദരൻ നായർ, നാട്ടിക ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ, വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിജി ശേഷാദ്രി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KD ജോൺസൺ, പ്രസ് ക്ലബ് തൃപ്പയാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രേംചന്ദ്രൻ വടക്കേടത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, തൃപ്പയാർ നാട്ടിക വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ഷമീർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് S കൃഷ്ണ, ട്രഷറർ റഹ്മത്ത് ബാബു, വർക്കിംഗ് പ്രസിഡന്റ് PA അഷ്റഫ്, PT ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ യൂണിറ്റ് ഭാരവാഹികളായ ശിവകുമാർ, ഷനീബ്, ജാവിദ്, PA ബഷീർ, കിഷോർ കുമാർ, ബിനോയ്, റഷീദ്, KM സാദിഖ്, നൂർജഹാൻ, ഹൃദ്യ അഭിലാഷ്, ദേവദാർ, രാജു നമ്പീശൻ, ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു.
വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് പെരിങ്ങോട്ടുകരയിൽ തുടക്കമായി. പെരിങ്ങോട്ടുകര വാഘ ബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കാനാടി ട്രസ്റ്റ് വങ്ങാട്ടുപാടത്ത് വെച്ചാണ് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ VP മോൾ ചെയർമാൻ ഷൈജു കാനാടി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. VCA പ്രസിഡന്റ് ഡോക്ടർ ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ് AS, രക്ഷാധികാരി ജയശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ വാഘ ബോൺസ് ക്രിക്കറ്റ് അക്കാദമി ദേവമാതാ പബ്ലിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ S3 ക്രിക്കറ്റ് അക്കാദമി വിജയികളായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 8 അക്കാദമികളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 3-ന് സെമി ഫൈനൽ മത്സരങ്ങളും ഫെബ്രുവരി 4-ന് ഫൈനൽ മത്സരവും നടക്കും. തീരദേശ മേഖലയിൽ ഇത്തരത്തിൽ നടത്തുന്ന ആദ്യ ടൂർണമെന്റാണിത്. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു മോട്ടോ ആണ് ഞാൻ ഈ അസോസിയേഷൻ സെക്രട്ടറി ഏറ്റെടുക്കുമ്പോൾ അത് ഞാൻ എന്താ പറയുക ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ലോവർ ലെവലിൽ വരുമ്പോൾ അതിൽ ഏറ്റവും ആഹ്ലാദം അവിടെ പോയി എനിക്കത് ചെയ്യാന്നുള്ളതാണ്. ഹയർ ലെവലിൽ പോയിട്ട് അത്ര അക്കാഡമിയിൽ പോയിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ബാക്ക് ബോൺസ് ക്ലബിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനോജ് പറഞ്ഞു. ഒരുവിധം എൻ്റെ ക്ലബിൻ്റെയും ചരിത്രമൊക്കെ ഏതാണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ്. ഒരു പേരുള്ളെങ്കിൽ ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് കളിച്ചൊരു കാലഘട്ടത്തിൽ കൂടി തന്നെയാണ്. തൃശ്ശൂർ ടൗണിലെ ചാലഞ്ചേഴ്സ് ക്ലബിലാണ് ഞാൻ കളിച്ചിരുന്നത്. അവർക്കും അത്തരം സാഹചര്യങ്ങൾ കൂടിയാണ് എല്ലാവരും കളിച്ചിരുന്നത്. Down the track, plays towards the mid-wicket region, straight to the misses, misfield boundary, 4 more runs out of the score. Stand back to the bowler. Delivery of 13th over. വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബിന്റെയും SN റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ നേത്ര ചികിത്സാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ തായങ്കോട്ട് അമ്പലഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുത്തുലീഫ് ഉദ്ഘാടനം ചെയ്തു. ഷൈനിങ് സ്റ്റാർ പ്രസിഡന്റ് സുധീർ ദാസ് തായങ്കോട്ട്, ചാർട്ടർ പ്രസിഡന്റ് ചന്ദ്രൻ, ക്ലബ് സെക്രട്ടറി സ്വപ്ന ജോളി, അസോസിയേഷൻ സെക്രട്ടറി P പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ വിവേക്, ഒപ്റ്റോമെട്രിസ്റ്റുമാരായ CG, രേഷ്മ, PRO പ്രജീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബ്ബ്, SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ, അഹല്യ ഫൗണ്ടേഷൻ ചേർന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ക്യാമ്പുകൾ ഞങ്ങൾ വിവിധ സംഘടനകളായിട്ട് സഹകരിച്ചുകൊണ്ട് പലതിലും നടത്തി വരുന്നത് ഇനിയും നടത്താൻ പ്ലാനുണ്ട്. വിവിധ സാമൂഹിക പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന SN റോഡ് റെസിഡൻസ് അസോസിയേഷനോട് സഹകരിച്ചുകൊണ്ടുള്ള ഈ ഒരു ഉദ്യമം വളരെ വിജയകരമായിട്ട് ഒരുപാട് പേര് ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്ത് ഈ പരിശോധന നടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവമായ ഒരു പ്രതികരണമാണ് ജനങ്ങൾക്ക്. ധ്രുവ മ്യൂസിക് യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത 12 ആൽബങ്ങളിലെ അഭിനേതാക്കൾ, ഗായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ആദരിച്ചു. കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. പീതാംബരന്റെ ആരംഭത്ത് രചന നിർവഹിച്ച 11 ഗാനങ്ങളുടെ പുസ്തക പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പൊന്നാടി അണിയിച്ച് പീതാംബരന്റെ ആരംഭത്തിനെ ആദരിച്ചു. മണലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, പീതാംബരന്റെ ആരംഭത്ത് ഗായകൻ അനിൽകുമാർ അന്തിക്കാട് പ്രസ് ക്ലബ് സെക്രട്ടറി സജീവൻ കാരമുഖം, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് ഷിയാൽ ജോയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള അടുപ്പങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. ഈ അടുപ്പങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തണം എന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഞാൻ നേരത്തെ പറയണേ, എൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുന്നവർ എൻ്റെ സുഹൃത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരുപാട് പേരുണ്ട് നായികമാരായിട്ട്. ഞാനാണ് കലാഭവൻ മണി ആദ്യമായി കൊണ്ടുവന്നത്. ഒരു കലാകാരനൊക്കെ അറിയാമല്ലോ. എൻ്റെ സമുദായത്താണ് മണി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ബിജുമേനനെ കൊണ്ടുവന്നതും ഞാനാണ്. ദേവനെ കൊണ്ടുവന്നതും അഷ്ടപതി എന്ന സിനിമ കൂടെ ഞാനാണ്. പക്ഷേ ഇതൊരു അവകാശവാദമല്ല. പക്ഷേ ഇന്നലെ നാളെ അവർക്ക് ആരെങ്കിലും ഇതിലും അവർ കഴിവുള്ളവർ വരുമായിരിക്കാം. പക്ഷേ ഞാനൊരു നിമിത്തം മാത്രമാണ്. ഞാൻ എല്ലാ വേദികളിലും എൻ്റെ പൊതു സംസാരങ്ങളിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് നിയോഗം, ഒന്ന് നിമിത്തം. നിയോഗമാണ് ദർശനം തരണേ
മധുസൂദനേ ശ്രീ ശബരീശ അയ്യപ്പ ചുളനാളം മിഴിതെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻകുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണുന്നു. KSSPU നാട്ടിക യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PR രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി വിശ്വംഭരൻ കുന്നത്ത് പതാക ഉയർത്തി. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മപാലൻ, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, വൈസ് പ്രസിഡന്റ് NK കൗസല്യ, ട്രഷറർ TK ഹരിദാസ്, രക്ഷാധികാരി KR സുകുമാരൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി A നന്ദിനി, ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം കൺവീനർ NK വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K രാധ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി NAP സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TR മുരളി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണം, കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, കുടിശ്ശികയായ 6 ഗഡു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക, നാട്ടിക സെൻറ്ററിൽ NH 66 കുറുകെ അടിപ്പാത അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യത്തോടെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി PR രഘുനാഥിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി NAP സുരേഷ് കുമാറിനെ ട്രഷററായും A നന്ദിനിയെയും തിരഞ്ഞെടുത്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനറായി NK കൗസല്യ, ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം കൺവീനറായി NK വിജയകുമാറിനെയും തിരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം ആലപ്പാട് SNB സമാജത്തിൽ നടന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK പാത്തുമ്മ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PM ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി. യൂണിറ്റ് സെക്രട്ടറി KR പുഷ്പവല്ലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ KK സെയ്തു വരവ് ചെലവ് കണക്കും KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KSSPU അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് P ശശിധരൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NR ജയപ്രകാശൻ, അന്തിക്കാട് ബ്ലോക്ക് ട്രഷറർ EV ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PA ഇസ്മയിൽ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയും വനിതാ കൺവീനറായ MP കുമാരി, രക്ഷാധികാരി CK ചാക്കോരു, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി NI ഗോപി, IN സുധീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. നമുക്കറിയാം, വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ശാപമായിട്ടൊന്നും കാണില്ല. സ്വാഭാവികമായി അതൊരു അനിവാര്യമായ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വാർദ്ധക്യകാല സമയത്ത് നമ്മുടെ നല്ല സമയം നമ്മുടെ നാടിനെ സേവിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അങ്ങനെ ശിഷ്ടകാലം വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുണ്ടാവുകയും വേണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇടവിള കൃഷി വിത്ത് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമൃത C രാജൻ, കൃഷി അസിസ്റ്റന്റുമാരായ ഷീബ KU, സരിത KM, ADC മെമ്പർ EK ജോസ് എന്നിവർ സംസാരിച്ചു. ഭാഗമായിട്ട് ഉള്ളതാണ് ഈ ഇടവിള കൃഷി. ആ ഇടവിള കൃഷി നമ്മുടെ വ്യാപകമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ വിധത്തിലാണ് നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ 30% പണം കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് ചെലവ് ചെയ്യുന്നത്. വാടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. 2 ദേശം കാവടി ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ മുതൽ കാവടി എഴുന്നള്ളിപ്പ് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി. ചൂലം എഴുന്നള്ളിപ്പ്, ചിന്തുപാട്ട് എന്നിവ അകമ്പടിയായി സ്വരാജ് സംഘവും നാഗസ്വരവും സജിയാശാനു സംഘവും ചിന്തുപാട്ടും അവതരിപ്പിച്ചു. ആഘോഷ ചടങ്ങുകൾക്ക് കമ്മിറ്റി ഭാരവാഹികളായ മനോജ് പള്ളിയാന, പ്രസാദ് കൊണ്ടർപ്പശ്ശേരി, പ്രവീൺ ചിറയത്ത്, സുജിത് പടിഞ്ഞാറ്റയിൽ, സജിത് വൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.
പഴുവിൽ ശ്രീ മൂലസ്ഥാനം വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവള്ളാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. പുലർച്ചെ ഗുരുമുത്തപ്പന്മാരുടെ കളത്തിൽ നൃത്തം, തുടർന്ന് രൂപക്കളമെഴുത്ത്, കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി പൂജ എന്നിവ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ പൂജയും ശേഷം നൃത്തം, രൂപക്കളം തൊഴൽ എന്നീ ചടങ്ങുകളും നടന്നു. വൈകിട്ട് ശ്രീകോവിലേക്ക് എഴുന്നള്ളിപ്പ്, നിത്യപൂജ, മലനായാടിക്കും ദണ്ഡമുത്തപ്പനും കൗളാചാര പൂജയോടുകൂടി തിറവള്ളാട്ടിന് സമാപനമായി. മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്പയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, രുദ്രാഭിഷേകം, പന്തിരടി പൂജ, അഭിഷേകങ്ങൾ, ശീവേലി എഴുന്നള്ളിപ്പ്, തുടർന്ന് തൃപ്പയാർ ഈയാനി തോട്ടുങ്ങൽ ഗൗരി ശങ്കരനാരായണന്റെ വസതിയിൽ നിന്നും കാവടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ കാവടിയാട്ടം, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, രാത്രി അത്താഴപൂജ, ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ്, ഭസ്മാഭിഷേകം, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി ടി കെ സുധൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി ഇ വി ദശരഥൻ, ട്രഷറർ കെ കെ ശ്രീരാമൻ, വൈസ് പ്രസിഡന്റുമാരായ എ എൻ സിദ്ധപ്രസാദ്, പി വി ഗൗരി, ജോയിന്റ് സെക്രട്ടറിമാരായ ശശിധരൻ മാറാട്ട്, ഷാജി പുളിക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ തിരുനാളിന് തുടക്കം കുറിച്ച് വൈദ്യുതാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ഫാദർ ആന്റണി പെരിഞ്ചേരി, ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം, ജോയിന്റ് കൺവീനർ ജോസഫ് സി വി, പി ആർ ജിജോ, സണ്ണി കെ ഒ, ജോഷി എം ഡി, സെബാസ്റ്റ്യൻ പി പി എന്നിവർ സംബന്ധിച്ചു. എക്സ്പ്രസ് വന്നിരുന്നു. അത് ചുമ്മാ കാണാൻ വേണ്ടി പോയിപ്പോൾ ഇങ്ങനെ അതിലൊരു 3-4 ബോഗിയുള്ള വണ്ടി അത് കാണാൻ കയറിയപ്പോൾ അതിൻ്റെ കയറുന്ന വഴിയിലൊരു ബോഗിയും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മൈ ലൈഫ് വാസ് നോട്ട് സക്സസ് ബട്ട് ഐ ആം ഫെയ്ത്ത്ഫുൾ. അതായത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്ര വിജയകരമല്ല, പക്ഷേ ഞാൻ വിശ്വാസത്തിലാണ്. ഇന്ന് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സി ആർ രാകേഷ് ശർമ്മയ്ക്ക് ഫെബ്രുവരി 29 തിങ്കളാഴ്ച തൃപ്പയാറിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 പുതിയ പ്രസിഡന്റിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാട്ടിക ശ്രീനാരായണ ഹാളിൽ നിന്നാരംഭിച്ച് ഡ്രീംലാൻഡ് ഹോട്ടലിൽ സമാപിക്കും.
തുടർന്ന് ചേരുന്ന പൗരസ്വീകരണ യോഗം ടി എൻ പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ മുഖ്യ അതിഥികളായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കരൻ അധ്യക്ഷത വഹിക്കും. JCA മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ജഡ്ജ് CR ദിനേശ്, JCI മുൻ ദേശീയ പ്രസിഡന്റുമാരായ P സന്തോഷ് കുമാർ, രാംകുമാർ മേനോൻ, അനീഷ് മാത്യു, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, അരുൺ ജോസ് എന്നിവർ വിശിഷ്ടാതിഥികളുമായിരിക്കുമെന്ന് GCA ഭാരവാഹികളായ ഷൈൻ ടി ഭാസ്കരൻ, അഡ്വക്കേറ്റ് CV വിശ്വേഷ്, സൂരജ് വേളയിൽ, അഞ്ജലി മനോജ് എന്നിവർ തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പായി മാറിയതായി ആക്ഷേപം. മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പദ്ധതികൾ തുടങ്ങിയവ വിഭാവനം ചെയ്ത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ. അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് പെരിങ്ങോട്ടുകരയിൽ തുടക്കമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.